Hi all, this is from Esperanza. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് റിലേഷൻസ് വിവിധ തരം ബന്ധങ്ങൾ. അപ്പോൾ ഇതിലാണ് നമ്മൾ പാർഷ്യലി ഓർഡേർഡ് സെറ്റ്, പാർഷ്യലി ഓർഡേർഡ് റിലേഷൻ എന്താണ്, ഇക്വാലൻസ് റിലേഷൻ എന്താണെന്നൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ശൂന്യബന്ധം, അതായത് എം ടി റിലേഷൻ. എം ടി റിലേഷൻ എന്തായിരിക്കും? നമ്മളുടെ റിലേഷനിൽ ഒരു എലമെൻറ്റ് പോലും വരാൻ പാടില്ല, അല്ലേ? നമ്മൾ എയിൽ നിന്ന് എയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ എയിലെ ഒരു എലമെൻറ്റ് എടുത്താലും എയിലെ മറ്റേതൊരു എലമെൻറ്റിനോടും യാതൊരു വിധത്തിലുള്ള റിലേഷനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെ ശൂന്യബന്ധം എന്ന് പറയുന്നു. ഗണം എയിൽ നിർവചിച്ചിട്ടുള്ള ഒരു ബന്ധം ശൂന്യഗണമാണെന്ന് പറയണമെങ്കിൽ ഗണം എയിലെ ഒരു അംഗത്തിനും ഗണം എയിലെ അംഗമായ ഒരു ബന്ധം ഉണ്ടാകരുത്. ഗണം എയിൽ നമ്മൾ നിർവചിച്ചിരിക്കുന്ന റിലേഷനിൽ ഗണം എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ഗണം ബിയിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ശൂന്യബന്ധം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ നമ്മൾ ശൂന്യബന്ധം എന്ന് പറയുന്നു. എം ടി സെറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അതുകൊണ്ട് തന്നെ എ ക്രോസ് എ എന്ന് പറയുന്നത് എം ടി ആവുന്നത് തെറ്റൊന്നുമുള്ള കാര്യമല്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. എ ഈക്വൽ ടു 1 2 3 4 എടുത്തു. ദെൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എ ആൻഡ് മോഡുലസ് വാല്യൂ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു 10. അതായത് എയും ബിയും എയിലെ എലമെൻറ്റ്സ് ആണ്. എയും ബിയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മോഡുലസ് വാല്യൂ 10 ആവണം. നിങ്ങളിവിടെ നോക്കാം, 1 2 ഇതിൻ്റെ മാക്സിമം ഡിഫറൻസ് എത്രയേ വരുള്ളൂ? 4 - 1 3 അല്ലേ വരുള്ളൂ. ഒരിക്കലും 10 വരില്ല. ഏത് രണ്ട് എലമെൻറ്റിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും അത് 10 വരാനുള്ള പോസിബിലിറ്റി ഇല്ലല്ലോ. ഇല്ല, ഇവിടെ അങ്ങനത്തെ സാധ്യതയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ഈ ഒരു എലമെൻറ്റിനെ ഇന്നും ഒരു എലമെൻറ്റ്സും വരുന്നില്ല. സോ ഇറ്റ്സ് ആൻ എംപ്റ്റി റിലേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സമസ്ത ഗണമല്ല, സമസ്ത ബന്ധം. ഓക്കെ, എപ്പോഴാണ് നമ്മൾ സമസ്ത ബന്ധം എന്ന് പറയുന്നത്? എന്തായിരിക്കും സമസ്ത ബന്ധം? ശൂന്യഗണം എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റും ഉണ്ടാവില്ല. സമസ്ത ഗണം എന്ന് പറഞ്ഞിട്ട് എന്താ വേണം? എല്ലാ പോസിബിൾ എലമെൻറ്റ്സും അതിൽ വന്നിരിക്കണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണ് റിലേഷൻസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ എ ക്രോസ് എ തന്നെ റിലേഷനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ സമസ്ത ഗണം എന്ന് പറയുന്നു. അതായത് എയിൽ നിന്ന് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ ഒരു എലമെൻറ്റ് എടുത്താൽ അതിൽ എയിലെ ബാക്കി എല്ലാ എലമെൻറ്റ്സുമായിട്ട് ഒരു റിലേഷൻ വരണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് അങ്ങനെയുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ സമസ്ത ബന്ധം എന്ന് പറയുന്നത്. ഗണം എയിൽ നിർവചിച്ചിട്ടുള്ള ബന്ധം ആറിനെ ഗണം എയിൽ നിർവചിച്ചിട്ടുള്ള ബന്ധം ആറിനെ സമസ്ത ഗണം എന്ന് പറയണമെങ്കിൽ സമസ്ത ഗണമല്ല സമസ്ത ബന്ധം, ഉള്ള തെറ്റാണല്ലോ. സമസ്ത ബന്ധം എന്ന് പറയണമെങ്കിൽ ഗണം എയിലെ ഓരോ ഗണത്തിനും ഗണം എയിലെ എല്ലാ അംഗത്തോടും ബന്ധമുണ്ടായിരിക്കണം. എയിലെ ഏതൊരു എലിമെൻ്റ് എടുത്താലും എയിലെ ബാക്കി എല്ലാ അംഗത്തോടും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ റിലേഷൻ നമ്മൾ സമസ്ത ബന്ധം എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു ദ ഫുൾ സെറ്റ് എ ക്രോസ് എ. എ ക്രോസ് എ എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് സെറ്റും നമുക്ക് ആറായിട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് സമസ്ത ഗണമായിരിക്കും. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു എക്സാമ്പിൾ പറയാം. എ ഈക്വൽ ടു 1 2 3 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്ത റിലേഷൻ ഇതാണ്. സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് മോഡുലസ് വാല്യൂ ഓഫ് എ മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ എയിലെയും ബിയിലെയും എ ബി എന്ന് പറയുന്ന എയിലെ രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കണ്ട് അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കണം. നിങ്ങൾ നോക്കി, ഇതിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. കാരണം നമുക്കിപ്പം ഡിഫറൻസ് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം, അല്ലേ? പോസിറ്റീവ് വരുമ്പോഴും ഇവിടെ വരും, നെഗറ്റീവ് വരുമ്പോഴും അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുന്നത് സോ ഈ സെറ്റിൽ വരും. അതുപോലെ തന്നെ 2 ആണ് എടുക്കുന്നത്, 2 - 2 ഈക്വൽ ടു 0 വരും, അതും ഇവിടെ വരും, അല്ലേ? അപ്പോൾ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ കിട്ടും? എ ക്രോസ് എ തന്നെയാണ് കിട്ടുക. സോ ഇതൊരു സമസ്ത ഗണത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ശൂന്യഗണത്തെയും സമസ്ത ഗണത്തെയും നമ്മൾ സുവ്യക്ത ബന്ധങ്ങൾ എന്ന് പറയുന്നു. അതായത് ട്രിവിയൽ റിലേഷൻസ് നമ്മൾ പറയില്ലേ, ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയില്ലേ, ട്രിവിയൽ സെറ്റുകൾ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ശൂന്യഗണത്തെയും സമസ്ത ഗണത്തെയും സുവ്യക്ത ബന്ധങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് സുവ്യക്ത ബന്ധങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് സുവ്യക്ത ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, സമാന ബന്ധങ്ങൾ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സാണ്. ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ വേണ്ടത് സമാന ബന്ധങ്ങൾ, അതായത് ഇക്വാലൻസ് റിലേഷൻ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്
ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി 3 റിലേഷൻസ് വേണം. അതിൽ ഒന്നാമത്തതാണ് റിഫ്ലെക്സീവ് റിലേഷൻസ്, അതായത് പ്രതിസമ ബന്ധം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ആർ എന്ന് പറയുന്ന റിലേഷൻ എയിൽ നിന്ന് എയിലോട്ട് ഡിഫൈൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആർ എന്ന് പറയുന്ന റിലേഷൻസിൽ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അതായത് ഫോർ എവറി എയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അപ്പോഴൊക്കെയും എ എന്ന് പറയുന്ന പേര് ഇവിടെ ഉണ്ടാവണം, ആറിലുണ്ടാവണം. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്, പ്രതിസമബന്ധം. അപ്പോൾ നമുക്കിപ്പം എ ഈക്വൽ ടു 1 2 3 ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആർ എന്ന് പറയുന്ന റിലേഷനിൽ എന്ത് വരണം? 1 1 2 2 3 3 ഇതുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ പ്രതിസമം അല്ലെങ്കിൽ റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയുള്ളൂ. ഇനി ഇത് വേണം, ഇതിൽ നിന്ന് വേറെ കുറേ ഇത് മാത്രം ഉണ്ടായാലും മതി, അല്ലെങ്കിൽ ഇതോടുകൂടെ വേറെ ഏത് എലമെൻറ്റ്സ് വന്നാലും അതെന്താണ്, റിഫ്ലെക്സീവ് എലമെൻറ്റ്സ് ആണ്. ഇപ്പം റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഇപ്പം നമ്മളിവിടെ 2 1 കൂടെ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചോ, എന്നിട്ട് ഇവിടെ 3 1 കൂടെ കൊടുത്തു. ഇറ്റ്സ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി ഇത് മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. പക്ഷേ ഈ എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കില്ല. ഇപ്പോൾ 1 1 ഇല്ലാന്ന് വിചാരിക്കാം, അപ്പം അത് റിഫ്ലെക്സീവ് റിലേഷൻ ആവില്ല. ഓക്കെ, ഏതൊരു എ ഇതിലെടുത്താലും ഏതൊരു സെറ്റ് എടുത്താലും അതിനോട് അത് തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഒരു എലമെൻറ്റ് അതിനോട് തന്നെ റിലേറ്റ് ചെയ്ത് കിടന്നാൽ മാത്രമേ നമ്മളതിന് എന്ത് പറയുള്ളൂ, റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അതാണ് നമ്മളുടെ റിഫ്ലെക്സീവ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്താണ്? സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു A1 A2 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. A1 A2 എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനോട് കൂടെ അതിൻ്റെ റിവേഴ്സ് റിലേഷൻ ഉണ്ടായിരിക്കണം. A2 A1 A1 A2നോട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും A2 A1നോട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ സിമെട്രിക് റിലേഷൻ. അതായത് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. അതായത് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു എലമെൻ്റ് ഉണ്ട്, A1 A2 എന്ന് പറയുന്ന A1 A2 എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. A1 A2 എന്ന് പറയുന്ന എലമെൻ്റ് റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തും കൂടെ വേണം, A2 A1 കൂടെ ആ റിലേഷനിലുണ്ട് എങ്കിൽ നമുക്കത് പറയാം എന്ത്, സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. A ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, ഇനി ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ് ഇവിടെ. അപ്പം ഞാൻ 1 2 എന്ന് പറയുന്ന എലമെൻ്റ് എൻ്റെ റിലേഷനിലുണ്ടെങ്കിൽ ആരും കൂടെ വേണം, 2 1 കൂടെ മസ്റ്റായിട്ട് വേണം. എന്നാൽ മാത്രമേ ഈ റിലേഷൻ ആരാവുള്ളൂ, സിമെട്രിക് റിലേഷൻ ആവുള്ളൂ, സമമിത ബന്ധമാവുള്ളൂ. അപ്പം ഞാൻ 1 3 എഴുതി, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ 3 1 ഇതിലില്ലല്ലോ, അപ്പോൾ ഇതെന്താവില്ല, ഒരു സിമെട്രിക് റിലേഷൻ ആവില്ല. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്, സാംക്രമികം, ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A1 A2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് റിലേഷനിലുണ്ട്, A2 A3 എന്ന് പറയുന്ന എലമെൻറ്റും റിലേഷനുണ്ട്. ഇങ്ങനെ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കിങ്ങനൊരു അതായത് A1 A2 ആൻഡ് A2 A3 ബിലോങ്സ് ടു ആർ. അതായത് A1 A2ഉം പിന്നെ A2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന A2 A3 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ഈ 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇംപ്ലൈ ചെയ്യണം, A1ഉം A3യും റിലേറ്റ് ചെയ്ത് കിടക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് മാത്രമേ ഉള്ളൂ, ഇതില്ല, അപ്പോഴും ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. കാരണം ഇങ്ങനെ കമ്പാരബിൾ അല്ലല്ലോ, ഇങ്ങനെ വരുന്നേ ഇല്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ പറയാണ് A ഈക്വൽ ടു 1 2 1 1 2 3 ആൻഡ് 1 3 ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മളിത് രണ്ടും 1 2 നമ്മൾ നോക്കാം, 1 2 ഉണ്ട്, പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 3 ഉണ്ട്. അപ്പോൾ എന്ത് വരണം, 1ഉം 3യും റിലേറ്റ് ചെയ്തെടുക്കണം. അതായത് 1 2 2 3 then 1 3. അപ്പോൾ 1ഉം 2ഉം ഉണ്ട്, 2ഉം 3യും ഉണ്ട്, സോ 1 3 ഉണ്ട്. സോ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അത് മാത്രം പറഞ്ഞാൽ മതിയോ, പോരാ. ഇവിടെ 1 1 എടുത്തു, 1 1. അപ്പോൾ പിന്നെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അനദർ 1 2. 1 1 ഉണ്ട്, ആറിലുണ്ട്. അതുപോലെ തന്നെ 1 2 ഉണ്ട്, ആറിലുണ്ട്. അപ്പോൾ എന്തും കൂടെ വേണം, 1 2 എഗെയിൻ വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട്. അപ്പോൾ ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് 1 2 ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് 1 3 ഉണ്ട്. പിന്നെ ഒരു ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 1 2 1 3. നിങ്ങൾ നോക്കാം, 1 2 ഉണ്ട്, പക്ഷേ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അനദർ 1 ഇല്ല.
1 3 ഉണ്ട്, പക്ഷെ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ല. അപ്പോഴും ഇതെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാരണം അങ്ങനെ കമ്പാരബിൾ ആയിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഇത് സിമെട്രിക് ആണോ? അല്ല. കാരണം എന്താ? 1 2 എന്ന് പറയുന്നത് ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. 1 3 എന്ന് പറയുന്നത് 3 1 ഇല്ല. അപ്പോൾ ഇത് സിമെട്രിക് അല്ല. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് അല്ല. ഇനി 1 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് റിഫ്ലെക്സീവും അല്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 3 റിലേഷൻസ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ ഏതൊരു എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഒരു ഓർഡേർഡ് പെയറിൽ A1 A2 എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ A2 A1 ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയുള്ളൂ? സിമെട്രിക് റിലേഷൻ എന്ന് പറയുള്ളൂ. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ A1 A2 A3 ആറിലുണ്ടെങ്കിൽ A1 A3 എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഉള്ള കേസിലൊക്കെ ഉണ്ടാവണം. ഇല്ലയെന്ന് ചോദിച്ചിട്ട് ട്രാൻസിറ്റീവ് ആവില്ല എന്നൊന്നുമില്ല. ഓക്കെ, ഇനി ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന ബന്ധം, ഈക്വിവാലൻസ് റിലേഷൻ. അതായത് റിലേഷൻ R in a set is said to be equivalence relation if R is reflexive, symmetric and transitive. A relation R in a set is said to be an equivalence relation if R is reflexive, symmetric and transitive. പ്രതിസമത, സമമിതി, സാംക്രമികത എന്നിവ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ നമ്മൾ സമാന ബന്ധം എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഇപ്പം നമുക്ക് ഇക്വാലൻസ് റിലേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്കൊരു ഇക്വാലൻസ് റിലേഷൻ എക്സാമ്പിൾ പറയാം. അതുപോലെ അപ്പം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എംപ്റ്റി റിലേഷൻ, ശൂന്യഗണം അല്ല ശൂന്യബന്ധം. ഇതൊരു ഈക്വാലൻസ് റിലേഷൻ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ എടുക്കാൻ പോലും ഇല്ല. അപ്പം എന്താ ചെയ്യാം? അപ്പം ഇതിനെ നമ്മൾ എന്ത് പറയാം? ഈക്വാലൻസ് റിലേഷൻ ആണ് എന്ന് പറയാം. സമാന ബന്ധമാണ് ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഇനി നമ്മളുടെ ഫുൾ സെറ്റ് എടുക്കാം. A ക്രോസ് എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ A ക്രോസ് എ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സമസ്ത ബന്ധമായിട്ട് കിട്ടും അല്ലേ. അത് നമുക്ക് എന്ത് പറയാം? ഒരു ഈക്വാലൻസ് റിലേഷൻ ആണ്. കാരണം അതിൽ എല്ലാ പോസിബിലിറ്റിയും വന്നു. സോ അതിലെല്ലാം ഇപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ അതിൽ എലിമെൻറ്റ്സ് ഉണ്ടാവും, സിമെട്രിക് ആണെങ്കിൽ തിരിച്ചുള്ള ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിങ്ക് ചെയ്യുന്ന ട്രാൻസിറ്റീവിൻ്റെ ഓർഡേർഡ് പെയേഴ്സും അതിലുണ്ടാവും. സോ നമുക്ക് പറയാം A ക്രോസ് എ എന്ന് പറയുന്നത് ഒരു ഈക്വാലൻസ് റിലേഷൻ ആണ് എന്ന് പറയാം. ഇനി നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈക്വാലൻസ് റിലേഷൻ പറയാൻ പറ്റും. A = 1 2 3 എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R = 1 1 2 2 and 3 3. It's a smallest equivalence relation. ട്രിവിയൽ അല്ലാത്ത സെറ്റിൽ വരുന്ന ഒരു സ്മോളസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ഓൺ സെറ്റ് A ആണ്. ദറ്റ് ഈസ് 1 1 2 2 3 3. ഓക്കെ, 1 1 2 2 3 3. 1 1നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, 2 2നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, 3 3നോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റിഫ്ലെക്സീവ് ആണ്. പിന്നെ ഇതിലെ എലമെൻറ്റ്സ് ഒക്കെ തിരിച്ചിട്ടാലും അത് തന്നെയല്ലേ കിട്ടുന്നത്. 1 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ട്, 2 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ട്. അപ്പോൾ സിമെട്രിക് ആണ്. പിന്നെ ഇവിടെ 1 1 ഉണ്ട്. പിന്നെ 1 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊന്നില്ല. മനസ്സിലായോ? പിന്നെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അനദർ 1 വേണം കമ്പാരബിൾ ആവണമെങ്കിൽ. അപ്പോൾ ഇതിൽ 1 1 2 2 3 3 ഇതെന്തുമാണ്? ട്രാൻസിറ്റീവും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്കിപ്പം മാത്തമാറ്റിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാലോ Z എന്താണ്? പൂർണ്ണസംഖ്യകളുടെ ഗണമാണ് അല്ലേ. അപ്പോൾ ഈ സെറ്റിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ് കേട്ടോ. R = set of all AB such that A - Bയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. A - Bയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ ഒരു റിലേഷൻ എന്താണ്? A - Bയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അതൊരു ഈക്വാലൻസ് റിലേഷനാണ്. ഈക്വാലൻസ് റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എയും എയും ഉണ്ടോ നോക്കിയാൽ പോരെ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ A - Aനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ A - A എന്ന് പറഞ്ഞാൽ എന്താ? 0. 0നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? A എന്ന് പറയുന്നത് എവിടെയുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇത് മുമ്പ് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് വെച്ചതാണ്.
പറയുന്ന ഒരു റിലേഷൻ ആറിലുണ്ട് എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ബി എ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി എ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് 3 ഡിവൈഡ്സ് എ മൈനസ് ബി. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം കേട്ടോ. എ മൈനസ് ബി എന്ന് പറയുന്നത് 3 കൊണ്ട് നിശേഷം ഹരിക്കാന്ന്. അതായത് 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ടല്ലേ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്. എ മൈനസ് ബി എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. എ മൈനസ് ബി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. എ മൈനസ് ബി ഈക്വൽ ടു 3 ഇൻറ്റു എം. അതുകൊണ്ടല്ലേ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എം കിട്ടില്ലേ? ഓക്കെ. അതായത് അപ്പം നമുക്ക് ഇതിനെ ബി മൈനസ് എ എന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ എഴുതാം. എ മൈനസ് ബിനെ 3m കൊണ്ട് ഇങ്ങനെ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ കിട്ടാം? എനിക്ക് -3 ഇൻറ്റു എം എന്ന് വരും അല്ലേ? അതായത് ഇതിനെ എനിക്ക് ബി മൈനസ് എ എഴുതിക്കൂടെ? ദറ്റ് ഈസ് 3 ഇൻറ്റു മൈനസ് എൻ. അതായത് ബി മൈനസ് എയും 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും നമുക്ക്. അതായത് ബി മൈനസ് എനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് നിശേഷം ഗുണിക്കാൻ പറ്റും. സോറി, നിശേഷം ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ഇതെന്ന് പറയുന്നത് ബി മൈനസ് എ ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് എൻ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇവിടുന്ന് ബി എ എന്ന് പറയുന്നതും നമ്മളുടെ റിലേഷനിലെ ഒരു മെമ്പറാണ് എന്ന് പറയാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഇഫ് എ ബി എന്ന് പറയുന്നത് ആറിലെ എലിമെൻ്റ് ആണ്, അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്നതും റിലേഷനിലെ എലിമെൻ്റ് ആണ്. ഈ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എ സി ആറിലുണ്ടോ എന്നാണ്. ഇപ്പോൾ എ ബിയും ബി സിയും ആറിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? എ മൈനസ് ബി എന്ന് പറയുന്നത് 3ന്റെ ഒരു ഗുണിതമാണ്. അതുപോലെ തന്നെ ബി മൈനസ് സി എന്ന് പറയുന്നത് 3ന്റെ വേറൊരു ഗുണിതമാണ്. ഓക്കെ. അതായത് എ മൈനസ് ബിയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ബി മൈനസ് സിയെയും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സമ്മിനെ ഹരിച്ചൂടെ? 3m1 പ്ലസ് 3m2 കിട്ടും അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ബിയും ബിയും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എ മൈനസ് സി ഈക്വൽ ടു 3 ഇൻറ്റു m1 പ്ലസ് m2 കിട്ടുമല്ലോ. അതായത് എ മൈനസ് സിനെയും നമുക്ക് ആരെ കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയും സിയും എവിടെയുണ്ട്? ആറിലുണ്ട് എന്ന് പറയാം. അപ്പോൾ നോക്കി, എയും ബിയും സിയും ആറിലുണ്ടെങ്കിൽ നമുക്ക് എ സിയും ആറിലുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഇക്വാലൻസ് റിലേഷനാണ്, സമാന ബന്ധമാണ്. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ ഒത്തിരി എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പോളിക്കൻസ് വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ അനദർ എക്സാമ്പിളാണ്. ഞാൻ ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസിൻ്റെ സെറ്റ് എടുത്തു കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. എന്നിട്ട് ഞാൻ എടുക്കുന്ന ആർ എന്ന് പറയുന്ന റിലേഷൻ T1 T2 എന്ന് എടുത്തു. അതിന് ഞാൻ പറയുകയാണ് T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2. അതായത് T1ഉം T2ഉം കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന് ചെക്ക് ചെയ്യാം. അപ്പോൾ T1ഉം T1ഉം കോൺഗ്രുവൻ്റ് ആണ്. T1ഉം T2ഉം കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T2ഉം T1ഉം കോൺഗ്രുവൻ്റ് ആണ്. T1ഉം T2ഉം കോൺഗ്രുവൻ്റ് ആണ്. T2ഉം T3ഉം കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T1ഉം T3ഉം കോൺഗ്രുവൻ്റ് ആണ്. സോ അതെന്താണ്? ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇവിടെയുള്ളത് നമുക്കിനി പറയാനുള്ളത് ഇക്വാലൻസ് ക്ലാസസ് എന്താണ്. നമുക്ക് ഈക്വാലൻസ് ക്ലാസസ് എന്താണെന്നൊരു എക്സാമ്പിളിലൂടെ പറയാം. സമാന വിഭാഗം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞൊരു എക്സാമ്പിളല്ലേ, അത് വെച്ചിട്ട് തന്നെ പറയാം കേട്ടോ. നമുക്ക് Z എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ? പൂർണ്ണസംഖ്യാഗണമാണ്. അപ്പോൾ ഈ പൂർണ്ണസംഖ്യാഗണത്തിലെ ഏതൊരു സെറ്റ് എടുത്താലും നമുക്ക് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു സെറ്റിൽ ഉൾപ്പെടുത്താം. നമുക്കൊരു സെറ്റ് കൊണ്ട് എടുക്കാം. ഞാൻ ആദ്യം ഒരു സെറ്റ് എടുക്കുന്നതാണ്. 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. അപ്പോൾ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെടുത്തു? ഒരു സെറ്റ് എടുത്തു. 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതിനെ എല്ലാത്തിനെയും നമ്മളൊരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഏതൊക്കെയാണ് വരിക? 0 വരും അല്ലേ? പിന്നെ വരുന്നത് +or-3 വരും, +or-6 വരും, +or-9 വരും. ഇങ്ങനെ പോകും ആണല്ലോ. ഇനി ഞാൻ എടുക്കുകയാണ് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നത്. ഓക്കെ. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സെറ്റുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഹരിച്ചു നോക്കിയിട്ട് എഴുതിയാലും മതി കേട്ടോ. എക്സെട്ര അപ് ടു ഇവിടെ എന്ത് വരും? -5, -2 ആൻഡ് 1, 4, 7 എക്സെട്ര ആണെന്ന് പോകും അല്ലേ? ഇതിനെയൊക്കെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ശിഷ്ടം വരുന്നത്. ഇനി 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നത്. അപ്പോൾ ഏതൊക്കെ കിട്ടാം? എക്സെട്ര അപ് ടു -4 വരും,
-1 വരും. പിന്നെ നമുക്ക് വരുന്നത് 2 വരും, 5 വരും, പിന്നെ 6 7 8 വരും, എക്സെട്ര. ഇങ്ങനെ പോകും അല്ലേ. അതായത് നമുക്കിതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 3 കൊണ്ട് നിശേഷം. അപ്പം ഏതൊരു പൂർണ്ണസംഖ്യ എടുത്താലും ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് വരിക. ഒന്നുകിൽ ആ ഒരു നമ്പറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ നമ്പറിനെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, അല്ലെങ്കിൽ ശിഷ്ടം 1 കിട്ടും, അല്ലെങ്കിൽ ശിഷ്ടം 2 കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഏതൊരു പൂർണ്ണസംഖ്യ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഈക്വാലൻസ് റിലേഷനാണ് പറയുന്നതെങ്കിൽ ഈ ഈക്വാലൻസ് റിലേഷൻ പറയുമ്പോഴൊക്കെയും നമ്മൾ ഏത് സെറ്റിലാണോ ഡിഫൈൻ ചെയ്തത് ആ സെറ്റിനെ വെച്ച് നമുക്കതിനെ ഈക്വാലൻസ് ക്ലാസ്സസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 3 ഈക്വാലൻസ് ക്ലാസ്സസ് ആണുള്ളത്. ഞാനിവിടെ a - b ഡിവൈഡ്സ് 3 ഡിവൈഡ്സ് a - b എന്ന് പറയുന്ന റിലേഷനാണ് എടുത്തെങ്കിൽ എനിക്കതിനെ 3 ഇക്വാലൻസ് ക്ലാസ്സസ് ആക്കാൻ പറ്റും. അതായത് 1നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്, 3 കൊണ്ട് ഹരിച്ചാൽ 1 വരുന്നത്, അതുപോലെ തന്നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നത്. അപ്പം നമുക്കൊരു സെറ്റിൻ്റെ മുകളിൽ നമ്മളൊരു ഈക്വാലൻസ് ക്ലാസ്, ഒരു സെറ്റിൻ്റെ മുകളിൽ നമ്മളൊരു ഈക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും അതിനെ ഈക്വാലൻസ് ക്ലാസ്സസ് ആയിട്ട്, അതിലെ ഈ സെറ്റുകളെ എപ്പോഴും നമുക്ക് ഈക്വാലൻസ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും, ഇവിടെ എലമെൻറ്റ്സ് ഉണ്ടാവും, ഇതൊക്കെ ഓരോ ക്ലാസ്സസ് ആയിരിക്കും. ഈ ക്ലാസ്സസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തമ്മിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ഓരോ ഈക്വാലൻസ് ക്ലാസ്സസും തമ്മിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ഇതിലെ എലമെൻറ്റ്സ് എല്ലാം ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്തെടുക്കും, ഇതിലെ എലമെൻറ്റ്സ് എല്ലാം ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്തെടുക്കും, ഇതിലെ അങ്ങനെയാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഈക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിളും കൂടെ പറയാം. ഈ എക്സാമ്പിൾ തന്നെ വേറൊരു രീതിയിലും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നോക്കാം. x = z തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ a1 എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. x belongs to z സെറ്റ് x 3ൻ്റെ ഗുണിതമാണ്, x 3ൻ്റെ ഗുണിതമാണ്. a2 എന്ന് പറയുന്ന സെറ്റ് x belongs to z x - 1 3ൻ്റെ ഗുണിതമാണ്. a3 = സെറ്റ് ഓഫ് x such x belongs to z x - 2 3ൻ്റെ ഗുണിതമാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാട്ടോ, വേറൊരു വേയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. അതായത് ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എടുക്കുന്നത് z എന്ന് പറയുന്ന സെറ്റ്, അതിൽ x 3ൻ്റെ ഗുണിതത്തിനെ എല്ലാം ഒന്നിച്ച് എഴുതുന്നു. x - 1 3ൻ്റെ ഗുണിതമാവുന്ന എക്സുകളെയൊക്കെ ഒരുമിച്ച് എഴുതുന്നു. പിന്നെ x - 2 3ൻ്റെ ഗുണിതമാവുന്ന എക്സുകളെയൊക്കെ ഒരുമിച്ച് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സെഡിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ 0 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്, അവിടെ എഴുതി. ഇനി 1 എന്നെടുത്തു. ആ 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പം അത് 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന എലമെൻറ്റിന് a2 വന്നു. ഇനി a3 2 എടുത്തു. അപ്പോൾ 2 - 2 3ൻ്റെ ഗുണിതമാണ്, അപ്പോൾ 2 എന്ന് പറയുന്നത് a3 വന്നു. പിന്നെ അടുത്തത് 3 വന്നു. 3 എന്ന് പറയുന്നത് 3 3ൻ്റെ ഗുണിതമാണ്, അപ്പോൾ ഇവിടെ എനിക്ക് 4 വരണം. 4 എന്ന് പറയുന്നത് 4 - 1 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്, ഇവിടെ എനിക്ക് 5 വരണം. 5 - 2 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതം. അപ്പോൾ ഏതൊരു സെഡിലെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വരും. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ എലമെൻറ്റിനെ, ആദ്യത്തെ ഈ കാറ്റഗറീനെ, ഈ a1 എന്ന് പറയുന്ന കാറ്റഗറീനെ, ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു ഉപവിഭാഗമാണ്. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ സെഡിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷനായിരുന്നു, അതായത് 3ൻ്റെ ഗുണിതമാണ് എന്നുള്ളതിന് വെച്ചിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷനിൽ നമുക്ക് എല്ലാത്തിനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എനിക്ക് 3 ക്ലാസ്സസ് ആണ്, 3 ഉപവിഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിനെ ഞാൻ 3 × r എന്നെഴുതി, അതായത് 3ൻ്റെ ഗുണിതങ്ങൾ എന്നെഴുതി. ഓക്കെ, ഇനി രണ്ടാമത്തത് 3ൻ്റെ ഗുണിതങ്ങളോട് 1 കൂട്ടുന്നത്, അതായത് 4ക്ക് ഇതിലെ വരിക 3 × 1 + 1. ഓക്കെ, അതുപോലെ 7, അതായത് 3 × 2 + 1, അപ്പോൾ 7ഒക്കെ ഇതിലാണ് വരിക. ഓക്കെ, അടുത്തത് a3 3ൻ്റെ ഗുണിതങ്ങളോട് 2 കൂട്ടുന്നത്. അപ്പോൾ ഞാൻ z എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരു പെട്ടിയിലാക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ 3 കാറ്റഗറി ആക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ആദ്യത്തെ കാറ്റഗറിയിൽ 3rകൾ വരും, പിന്നത്തേൽ 3r + 1കൾ വരും, പിന്നെ 3r + 2 വരും. അതായത് ഇപ്പോൾ ഈ ഒരു 3rലുള്ള എലിമെൻറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. പിന്നെ 3r + 1 എന്ന് പറയുന്നതിനെ എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശിഷ്ടം 1 ആണ് കിട്ടുക. ഓക്കെ, 3r + 2ൽ ശിഷ്ടം 2 ആണ് കിട്ടുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് z എന്ന് പറയുന്ന എലമെൻറ്റ്, z എന്ന് പറയുന്ന ആ ഒരു ഗണത്തെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം, 3 ഉപവിഭാഗങ്ങളാക്കാൻ കഴിയും. ഓക്കെ, ഇതിൽ ഓരോന്നിനെയും നമ്മൾ ഈക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറയും. സെഡിൻ്റെ ഈക്വാലൻസ് ക്ലാസ്സസ് ആണ്. എന്നാൽ ഇതിലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് വരില്ല. ഇതിലെ എലമെൻറ്റ് യാതൊരു വിധത്തിലും റിലേറ്റ് ചെയ്തിട്ടില്ല.
ഇതിൻ്റെ എലമെൻറ്റും ഇതിലെ എലമെൻറ്റും യാതൊരു വിധത്തിലുള്ള റിലേഷനും ഇല്ല. ക്ലിയർ ആയോ? അതായത് ഇതിന് ഞാൻ A1 എന്ന് കൊടുത്തു, ഇത് A2 ആണ്, ഇത് A3 ആണ്. അപ്പോൾ നമുക്ക് ഈ A1 യൂണിയൻ A2 യൂണിയൻ A3 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹോൾ സെറ്റ് Z ആണ് കിട്ടുക. പക്ഷേ A1 ഇൻ്റർസെക്ഷൻ A2 എം ടി ആണ്, അത് രണ്ടും കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ല. A2 ഇൻ്റർസെക്ഷൻ A3യും എം ടി ആണ്, A1 ഇൻ്റർസെക്ഷൻ A3യും എം ടി ആണ്. ഓക്കെ, ഇക്വാലൻസ് ക്ലാസ്സസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്കൊരു സെറ്റിൽ നമ്മളൊരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എപ്പോഴും ഈക്വാലൻസ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഈക്വാലൻസ് ക്ലാസ്സസിലെ എലമെൻറ്റ്സ്, അതത് ഈക്വാലൻസ് ക്ലാസ്സസിലെ എലമെൻറ്റ്സ് അതിനോട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ഈക്വാലൻസ് ക്ലാസ്സസിലെ എലമെൻറ്റ്സ് ഒരിക്കലും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഈക്വാലൻസ് ക്ലാസ്സസിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ സെറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് ചുരുക്കി പറയാം. ഗണം എക്സിലെ ഒരു സമാന ബന്ധം R ആയാൽ, അതായത് എക്സിന് മുകളിൽ നമ്മൾ ഒരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗണം എക്സിനെ ബന്ധം R പരസ്പര വിയുക്ത ഉപഗണങ്ങൾ AI ആയി വിഭജിക്കുന്നു. പേടിക്കണ്ട കേട്ടോ, ഇതൊന്നുമില്ല. അതായത് ഗണം എക്സിൽ നമ്മളിപ്പോൾ ഒരു സമാന ബന്ധം ഇക്വാലൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉപഗണങ്ങളായിട്ട് A1 A2 A3 A4 എന്ന് പറഞ്ഞിങ്ങനെ കിട്ടും. അതെല്ലാം എന്തായിരിക്കും? പരസ്പരം വിയുക്ത ഗണങ്ങളായിരിക്കുന്നത്. അതായത് അതെല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, AI-കളെ എക്സിൻ്റെ ഉപവിഭാഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ A1 A2 A3 എന്ന് പറയുന്ന സബ് ക്ലാസ്സസ് ആണ്, അതൊക്കെ ഓരോ കാറ്റഗറീസ് ആണ്. അപ്പോൾ നമുക്കതിനെ ഉപവിഭാഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഒന്നാമത്തത്, ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുകയാണ്. AI-യിലെ എല്ലാ അംഗങ്ങളും പരസ്പരം ബന്ധമുള്ളവയാണ്. AI ഇപ്പോൾ A1 എടുത്താൽ അതിലെ എല്ലാ എലമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. 3നെ കൊണ്ട് 1നെ കൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുക, 3നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുക, അങ്ങനെയുള്ള റിലേഷനിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറയാം, അതിലെല്ലാം പരസ്പരം ബന്ധമുണ്ടാവും. പിന്നെ AI-യിലെ ഒരംഗവും AJ-യിലെ ഒരംഗവുമായി ബന്ധമില്ല. ഇപ്പോൾ A1-ലെയും A2-ലെ എലമെൻറ്റ്സ് തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഈ AIസിൻ്റെയൊക്കെ യൂണിയൻ എടുത്ത് നമുക്ക് ആരെ കിട്ടും? എക്സിന് കിട്ടും. അതുപോലെ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എം ടി ആണ്. ഡിഫറൻസ് ആയിട്ടുള്ള ഉപഗണങ്ങളുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എം ടി ആണ് കിട്ടുക. ഓക്കെ, ഉപഗണങ്ങൾ AI-യിലെ സമാന വിഭാഗങ്ങൾ എന്ന് പറയുന്നു, അതായത് ഇക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്നു. ഈ A1 A2 A3നെയാണ് നമ്മൾ ഇക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എവിടെയൊക്കെയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. നമ്മൾ നമ്പർ തിയറി ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സജഷൻ ഉണ്ട്, ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാം, അതൊക്കെ എനിക്ക് മെൻഷൻ ചെയ്ത് തരാവുന്നതാണ്. നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അത് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.